ഇടുക്കി പള്ളിവാസൽ വിപുലീകരണ പദ്ധതിയുടെ ടണൽ മുഖത്തെ ഡിസൈനിൽ പാളിച്ചയുണ്ടായെന്ന് ന്യൂസ് മലയാളം വാർത്ത ശരിവച്ച് KSEB. പള്ളിവാസൽ വിപുലീകരണ പദ്ധതി ഉടൻ കമ്മീഷൻ ചെയ്യുമെന്ന വാർത്താക്കുറിപ്പിലാണ് വിശദീകരണം. ഭീമമായ നഷ്ടമുണ്ടാക്കിയ പിഴവ് നീക്കി വൈദ്യുത ഉൽപ്പാദനം പൂർണ്ണതോതിലാക്കുമെന്നും KSEB വിശദീകരിക്കുന്നു. മെഗാവാട്ടിന്റെ പള്ളിവാസൽ എക്സ്റ്റൻഷൻ സ്കീമും പൂർണ്ണമായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല. മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക എന്ന ലക്ഷ്യത്തിൽ കൊണ്ടുവന്ന ജലവൈദ്യുതി പദ്ധതിയായ പള്ളിവാസൽ വിപുലീകരണ പദ്ധതിയിൽ പാളിച്ചയുണ്ടായെന്ന് മെയ് 17-നാണ് ന്യൂസ് മലയാളം വാർത്ത നൽകിയത്. വൈദ്യുതി ഉൽപ്പാദനത്തിനായി വെള്ളം കടന്നു ചെല്ലേണ്ട ടണൽ മുഖത്തെ ഡിസൈനിലാണ് പാളിച്ച ഉണ്ടായതെന്നും വ്യക്തമായിരുന്നു. ഡിസൈനിലെ ചെരിവ് മൂലം മൂന്നാർ മുതിരപ്പുഴയാറിലെ ടൺ കണക്കിന് പ്ലാസ്റ്റിക് മാലിന്യവും തടിക്കഷ്ണങ്ങളും ഹോട്ടൽ മാലിന്യവും അടക്കം ടണൽ മുഖത്ത് അടിയുന്ന അവസ്ഥയാണെന്ന്. ഇതോടെ വേണ്ടവിധം ജലം എത്താത്തതിനാൽ വൈദ്യുതി ഉൽപ്പാദനം നേർപകുതി മാത്രമാണുള്ളത്. കോടിക്കണക്കിന് രൂപയുടെ വൈദ്യുതിയാണ് ഇതോടെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയാതെ വരുന്നത്. ഈ പിഴവ് ശരിവെച്ചുകൊണ്ടാണ് KSEBയുടെ വാർത്താക്കുറിപ്പ് പുറത്തു വന്നത്. പദ്ധതി കമ്മീഷനിംഗ് സെപ്റ്റംബർ മാസം ഉണ്ടാകുമെന്ന കുറിപ്പിലാണ് KSEB പദ്ധതി പിഴവ് എടുത്തു പറയുന്നത്. $286.1 കോടി കണക്കാക്കിയ പള്ളിവാസൽ വിപുലീകരണ പദ്ധതി 600 കോടി രൂപ മുടക്കി 18 വർഷം കൊണ്ടാണ് പൂർത്തിയാക്കിയത്. 2024 മുതൽ 5 തവണ പദ്ധതി ഉദ്ഘാടനം മാറ്റിവെച്ചിരുന്നു. ഒടുവിൽ കേരളപ്പിറവി ദിനത്തിൽ ഉദ്ഘാടനം നടത്തുമെന്ന KSEBയുടെ പ്രഖ്യാപനവും പാളിയിരുന്നു. ഇതോടെ സെപ്റ്റംബർ മാസം കമ്മീഷനിംഗ് അഥവാ ഉദ്ഘാടനം നടത്തുമെന്നാണ് KSEB അറിയിപ്പ്. കോടികൾ മുടക്കിയ പദ്ധതിയിൽ 50 കോടി രൂപ വീണ്ടും മുടക്കിയാൽ മാത്രമേ പദ്ധതി പൂർണ്ണ വിജയത്തിലെത്തൂ. 2010 തുടക്കം കുറിച്ച കുറ്റ്യാടി അഡീഷണൽ എക്സ്റ്റൻഷനു ശേഷം സംസ്ഥാനത്ത് തയ്യാറായ ഏറ്റവും വലിയ പദ്ധതിയാണ് പള്ളിവാസൽ എക്സ്റ്റൻഷൻ പദ്ധതി. ആൽവിൻ തോമസ്, ന്യൂസ് മലയാളം, ഇടുക്കി.